പുതിയൊരു സിനിമ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ തമിഴ് സിനിമയിലെ സംസാര വിഷയമായ വിഘ്നേഷ് ശിവൻ പ്രദീപ് രംഗനാഥിന്റെ കൂട്ടുകെട്ടിൽ ഒരുങ്ങിയിട്ടുള്ള LIK എന്ന് പറയുന്ന ചിത്രം കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. നയൻതാര നിർമ്മിച്ച് അനിരുദ്ധ് സംഗീതം നൽകി SJ സൂര്യ, യോഗി ബാബു, കൃതി ഷെഡ്ഡി, പിന്നെ സർപ്രൈസ് കാസ്റ്റിംഗ് ആയിട്ട് സീമാൻ. നമ്മുടെ തമിഴ് പൊളിറ്റിക്സിലെ ഒരു മുഖ്യമായിട്ടുള്ള ഒരു നേതാവാണ്. അത് തമിഴ് പൊളിറ്റിക്സ് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാകും. അങ്ങനെ ഇവരെല്ലാവരും കൂടെ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു വമ്പൻ പ്രോജക്റ്റാണ് ഈ LIK എന്ന് പറയുന്ന ചിത്രം. ഈ പടത്തിന് മുന്നേ തന്നെ ഇതിന്റെ പ്രൊമോഷനും പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ പടം വൻ ഹൈപ്പിലാണ് വന്നത്. മെയിൻ കാര്യം കരിയറിന്റെ ഗ്രാഫ് വളരെയധികം മേലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രദീപ് രംഗനാഥനും പിന്നെ ഹിറ്റുകളുടെ രാജകുമാരനായ നമ്മൾ വിഘ്നേഷ് ശിവനും ഒന്നിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ ഹൈപ്പ് ഈ ചിത്രത്തിന്റെ. അതുമാത്രമല്ല, ഇതിന്റെ കഥ നടക്കുന്നത് 2040-ലും ഒരു ഫ്യൂച്ചറിസ്റ്റിക് റൊമാന്റിക് കോമഡി എന്നൊരു തലത്തിലേക്കാണ് സിനിമ അവർ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഒരുപാട് പ്രതീക്ഷകളെന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഒരു പ്രതീക്ഷയോടെയാണ് ഈ ചിത്രത്തിന് പോയത്. നമുക്ക് ഇനി കഥയിലേക്ക് വരാം. കഥ നടക്കുന്നത് 2040-ലാണ്, അതും ചെന്നൈയിലാണ്. ഇപ്പോഴത്തെ ജപ്പാനോ ചൈനയൊക്കെ പോലെ വളരെയധികം ടെക്നോളജിയിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റി ആയിട്ടാണ് കാണിക്കുന്നത്. അവിടെ മനുഷ്യരുടെ പ്രണയം നിയന്ത്രിക്കുന്നത് നമ്മുടെ SJ സൂര്യയുടെ ഉടമസ്ഥതയിലുള്ള LIK എന്ന ആപ്പാണ്. ലവ് സ്കോർ നോക്കാനും കാമുകന്മാർ പരസ്പരം ട്രാക്ക് ചെയ്യാനും ഒക്കെ ഈ ആപ്പിലൂടെ കഴിയും. ചുരുക്കത്തിൽ നമുക്ക് പറയാനാണെങ്കിൽ ലോകത്തിലെ എല്ലാ പ്രണയങ്ങളും നിയന്ത്രിക്കുന്ന ഈ ഒരു ചെറിയൊരു ആപ്പാണ്. ഇവിടെയാണ് നമ്മുടെ നായകൻ പ്രദീപ് രംഗനാഥന്റെ എൻട്രി. ഫോൺ ഉപയോഗിക്കാത്ത ഒരു അച്ഛന്റെ മകനായതുകൊണ്ട് നായകനും ഫോൺ ഉപയോഗിക്കാറില്ല. മാത്രമല്ല, ഫോൺ കൊണ്ട് ജീവിതം നശിച്ചവർക്കായി ഒരു റീഹാബിലിറ്റേഷൻ സെന്റർ വരെ നടത്തുന്ന ആളാണ് ഇതിൽ പ്രദീപ് രംഗനാഥന്റെ അച്ഛൻ. അതാണ് നമ്മുടെ തമിഴ് പൊളിറ്റിക്സിലൊക്കെ ഫേമസ് ആയ സീമാൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം. ഒരു നായകൻ നായികയെ കാണുന്നു, ആദ്യ ദർശനത്തിൽ തന്നെ പ്രണയത്തിൽ വീഴുകയും പിന്നെ അവളെ സ്വന്തമാക്കാനായിട്ട് എന്തൊക്കെ കാട്ടിക്കൂട്ടാം. സാധാരണ 2014 ബേസ് ചെയ്തെടുക്കുന്ന ചിത്രങ്ങളിൽ വരുന്ന ആ ഒരു റൊമാന്റിക് ട്രാക്ക് തന്നെയാണ് അവർ 2040 കൊണ്ടുവച്ചിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ ആയിട്ടൊരു ഡിഫറൻസ് എന്ന് പറയുമ്പോൾ കാലഘട്ടം 2040-ഉം കുറെ കൂടെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നു എന്നതൊഴിച്ചാൽ കഥയിൽ വലിയ പുതുമയുള്ളതായി നമുക്കിവിടെ അനുഭവപ്പെടുന്നില്ല. നമുക്കിനി പടത്തിന് കുറച്ച് പോസിറ്റീവ് കാര്യങ്ങളിലേക്ക് വരാം. പടത്തിന്റെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞതോടെ വിഘ്നേഷ് ശിവൻ പടത്തെ കൈവിട്ടെങ്കിലും ഈ പടത്തെ താങ്ങി നിർത്തിയത് അനിരുദ്ധിന്റെ മ്യൂസിക് ആണെന്ന് പറയാം. പടത്തിന്റെ BGM ആയാലും പാട്ടുകളായാലും പടത്തിന് വലിയൊരു എനർജി നമ്മുടെ അനിരുദ്ധ് നൽകുന്നുണ്ട്. പിന്നെ അടുത്തെടുത്ത് പറയേണ്ടത് ഏത് റോൾ കൊടുത്താലും എടുത്തിട്ട് അമ്മാനമാടുന്ന SJ സൂര്യയെ പറ്റിയാണ്. വില്ലത്തരവും കോമഡിയും കൃത്യമായി ബാലൻസ് ചെയ്യാൻ പുള്ളിയെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അടുത്തത് എഡിറ്റിംഗ്. വലിയ കണ്ടന്റ് ഇല്ലാത്ത സീനുകൾ പോലും ലാഗടിക്കാതെ കൊണ്ടുപോയത് എഡിറ്റിംഗിന്റെ മികവാണ്. അടുത്തതായി എടുത്ത് പറയാനുള്ളത് ഇതിന്റെ ഐഡിയയാണ്. 2040-ലെ പ്രണയവും അതിന്റെ CG വർക്കുകളും ഒക്കെ ഗംഭീരമായിരുന്നു. അടുത്ത ഈ സിനിമയിലെ നെഗറ്റീവിലേക്ക് വരാം. ഒരു കിടിലം സയൻസ് ഫിക്ഷൻ കോമഡി ആകേണ്ടിയിരുന്ന ചിത്രം തിരക്കഥയിലെ പാളിച്ചകൾ കൊണ്ട് ശരാശരിയിലും താഴേക്ക് പോയെന്ന് തന്നെ പറയണം. ഈ ചിത്രത്തിൽ മുഴച്ചു നിൽക്കുന്നത് നല്ലൊരു തിരക്കഥയുടെ അഭാവമാണ്. സിനിമ അതിന്റെ ട്രാക്കിലേക്ക് കയറുന്നതനുസരിച്ച് ഓഡിയൻസുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അവിടെ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. സിനിമ തുടങ്ങി കുറച്ച് കഴിയുമ്പോഴേക്കും അടുത്ത് എന്താണ് നടക്കാൻ പോകുന്നതെന്ന് സാധാരണ പ്രേക്ഷകന് പോലും ഊഹിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഇതിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ഇത്രയും വലിയൊരു ഫ്യൂച്ചറിസ്റ്റിക് പ്ലോട്ട് കൊണ്ടുവന്നിട്ടും അതിൽ പ്രേക്ഷകന് കണക്ട് ആകുന്ന തരത്തിലുള്ള ഇമോഷൻസോ ഡെപ്തോ കൊണ്ടുവരാൻ സംവിധായകന് കഴിഞ്ഞില്ല. അടുത്ത് നമ്മുടെ സിനിമയുടെ നായകനിലേക്ക് വരാം. പുള്ളിയുടെ പഴയ ചിത്രങ്ങൾ കാണിക്കുന്നത് പോലെയുള്ള ചില എക്സ്പ്രഷൻസും മാനറിസമും ഒക്കെയാണ് ഇതിൽ കാണിക്കുന്നതെങ്കിലും അന്ന് തോന്നാത്ത ആ ഒരു ക്രിഞ്ച് നമുക്ക് ഇപ്പോൾ നല്ലോണം അനുഭവപ്പെടുന്നുണ്ട്. ലവ് ടുഡേയിൽ ഉണ്ടായിരുന്ന ആ ഒരു ലെയറോ ഡെപ്തോ ഒന്നും ഈ ചിത്രത്തിലേക്ക് വരുമ്പോൾ കാണാനില്ല. യോഗി ബാബു ഉൾപ്പെടെ പലരും കോമഡി ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും അതൊന്നും വർക്കൗട്ട് ആകുന്നുമില്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ തലച്ചോറൊക്കെ മാറ്റിവെച്ച് ജസ്റ്റ് ഫ്രണ്ട്സുമായിട്ടൊക്കെ പോയി ഒന്ന് ചില്ലടിച്ചിട്ട് വേണമെങ്കിൽ വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള നോ ബ്രെയിനർ എന്റർടൈനർ ആണ് ഈ ചിത്രം. നല്ലൊരു സിനിമ അനുഭവം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനാണ് പോകുന്നതെങ്കിൽ ഇത് നിരാശയാകും ഫലം. ഈ ചിത്രത്തിന്റെ സംവിധായകനായ വിഘ്നേഷ് ശിവൻ ഇതിന്റെ തിരക്കഥയിൽ കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധ ചെലുത്തിയിരുന്നെങ്കിൽ ഇത് വേറെ ലെവലിൽ നിൽക്കേണ്ട ഒരു ചിത്രമായിരുന്നു. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.